ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു മുട്ടക്കറിയാണ്. ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ട വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുട്ട വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം ഈ മുട്ടയ്ക്കുള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഓയിൽ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മുട്ട നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 5 ടീസ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മുട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 വലിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളികളും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നന്നായി മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലൊരു പാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു പിഞ്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ സവാളയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ മൂടി വേവിക്കാം. നന്നായി മൂത്ത് വരണം. ഇപ്പം നമ്മുടെ സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 2.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. നേരത്തെ നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വരണം. ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇവിടെ 2 ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. മസാലകളൊക്കെ ഒന്ന് നന്നായി എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ വേറെ വെള്ളവും ചേർക്കുന്നില്ല. ഈ ടൊമാറ്റോ പ്യൂരി മസാലയും നന്നായി പിടിക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ടൊമാറ്റോ പ്യൂരി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇവ മസാലയും സവാളയും ടൊമാറ്റോ പ്യൂരിയൊക്കെ ആയിട്ട് നല്ലൊരു മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വറ്റി വരണം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല റെഡ് കളറിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ച തൈരാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരേക്കും ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ഇടാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട പൊട്ടാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഇടണമെന്നില്ല. ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മുട്ട മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ് ഈ മുട്ട മസാല. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.